ഇനി പൊങ്കാല വിശേഷങ്ങളിലേക്ക്. അനന്തപുരി യാഗശാലയാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നഗരവീഥികളിൽ അടുപ്പുകൾ ഒരുങ്ങി. ഭക്തിസാന്ദ്രമായി നഗരം. പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ പൂർത്തിയായി. ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്ന വൈദ്യുത ദീപാലങ്കാരങ്ങൾ, കമാനങ്ങൾ, ആറ്റുകാലമ്മയുടെ അലങ്കരിച്ച രൂപങ്ങൾ, ഉച്ചഭാഷണിയിലൂടെ ദേവീസ്തുതികൾ, അങ്ങനെ പൊങ്കാലയ്ക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. പൊങ്കാല തയ്യാറാക്കുന്നതിനാവശ്യമായ അരി, ശർക്കര, അരിപ്പൊടി, മൺചട്ടി, കലം, ചിരട്ടത്തവി, കൊതുമ്പ്, ചൂട്ട് തുടങ്ങിയവയെല്ലാം നഗരത്തിന്റെ പലയിടങ്ങളിലും ഇപ്പോഴും സജീവമായി വിൽപ്പന തുടരുകയാണ്. ഒപ്പം നഗരത്തിന്റെ പലയിടങ്ങളിലും പൊങ്കാലക്കല്ലുകളും നിരത്തിയിട്ടുണ്ട്. സംശയം നമ്മൾ എന്ത് വിചാരിച്ച് പ്രാർത്ഥിച്ച് അത് ഇട്ടിട്ടുണ്ട് വെച്ചാൽ അത് കാര്യം നമുക്ക് നടക്കും, ഉറപ്പാണ്. അതുകൊണ്ടല്ലേ ഇത്രയും ജനങ്ങൾ പിന്നെയും വരുന്നത്. ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് കലമൊക്കെ വെക്കാറുണ്ട്. ഓരോ വഴിപാട് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കലം വെച്ച് വരാന്ന് കരുതി ഞങ്ങൾ 2-3 കലമൊക്കെ പൊങ്കാല ഇട്ടിട്ടാണ് പോവാറ്. ഒരു തവണ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്ക് വിളിപ്പുറത്താണ് ദേവി. അത് പറയാതിരിക്കാൻ പറ്റില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുന്നവർക്കായി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളുമാണ് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഗതാഗത തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പോലീസുകാരും പ്രദേശവാസികളും പലപ്പോഴും ഒത്തുചേരുന്ന കാഴ്ചകളാണ് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. ഞാനിപ്പോ 2ാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലയിടാൻ വരുന്നത്. ഞങ്ങൾക്ക് വളരെ വിശ്വാസമാണ്. അമ്മയുടെ അനുഗ്രഹം ഉണ്ട് ഞങ്ങൾക്ക്. ഇനിയും ഞങ്ങൾ തുടർന്നും വന്ന് പൊങ്കാലയിടും. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നുണ്ട്. പൗരസമിതിയുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നഗരത്തിലെ പല ജംഗ്ഷനുകളിലും കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. പൊങ്കാലയുടെ ഭാഗമായുള്ള അന്നദാനത്തിനായുള്ള ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഭണ്ഡാര അടുപ്പിൽ നിന്നും തീ പകരാനായാണ് ഭക്തരെല്ലാവരും കാത്തിരിക്കുന്നത്. ക്യാമറമാൻ സത്യരാജിനൊപ്പം അരുണിമ കൃഷ്ണൻ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.